ഈ മീൻ ആ ബക്കറ്റിൽ നിന്ന് ചാടിയതാ കേട്ടോ. ഞാൻ തന്നെ എടുത്തു വെക്കാൻ വേണ്ടി എടുത്താണ്. ഇതിനു മുമ്പ് ഇത്രയും വലിയൊരു മീൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കറി വെച്ച് കഴിക്കുമെന്നല്ലാതെ എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ സ്വർഗ്ഗം പാർക്കിലോട്ട് പോയതാ കേട്ടോ. ചേച്ചീൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ആ പാർക്കിലോട്ട് പോകാൻ കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചേച്ചീനെയും കൂട്ടിയാണ് പോയത്. അവിടെ കാർഷിക വിളയെടുപ്പായിരുന്നു കേട്ടോ. അത് കാണാൻ വേണ്ടി പോയതാണ്. രാവിലെ തന്നെ ഈ പരിപാടി തുടങ്ങിയായിരുന്നു. 10 മണി തൊട്ട് 12 മണി വരെ. പിന്നെ ഇത് ഫ്രീ എൻട്രിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആയായിരുന്നു. എന്നാലും നമുക്ക് 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ എൻട്രി കയറാനൊക്കെ പറ്റി കേട്ടോ. നമ്മൾ എത്തുമ്പോൾ തന്നെ പരിപാടി തുടങ്ങുകയും ചെയ്തു. പിന്നെ നമുക്ക് കുറച്ച് കാണാനൊക്കെ പറ്റി കേട്ടോ. കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ വെയിലായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ചു മഴയായിരിക്കും. അതുകൊണ്ടാണ് എൻ്റെ കൂടെ വേറെ വീട്ടിലുള്ള ആരും വരാത്തത്. പക്ഷേ നമുക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് അവിടെ അന്നേരം വെയിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. ബോറടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതിങ്ങനെ മീൻ പിടിക്കുക അല്ലാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ അവിടെ തന്നെ ചൂണ്ട മേടിച്ച് ചൂണ്ട ഇട്ട് മീൻ പിടിക്കാം കേട്ടോ. ഇവിടെ നമ്മൾ ഇതിന് മുമ്പും വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു പരിപാടി കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രാവശ്യം വന്നത്. പിന്നെ പിള്ളേരൊക്കെ കളിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവരൊക്കെ കുറച്ച് വയലൻ്റ് ആയി തുടങ്ങിയപ്പോൾ നമ്മൾ പിന്നെ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത്. ഈ മീനൊക്കെ നമുക്ക് അവിടുന്ന് തന്നെ വേണമെങ്കിൽ വെട്ടി ഖണ്ഡിച്ച് വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകാം. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ പിള്ളേർക്ക് ഒന്നും അങ്ങനെ കാര്യമായിട്ട് ഇന്നലെ ഉണ്ടായിരുന്നില്ല. കാരണം ഇന്നലെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ പിള്ളേരെല്ലാം ക്ലാസ്സിൽ പോയതായിരുന്നു കേട്ടോ. പിന്നെ മുതിർന്ന ആളുകളും വല്ല കുഞ്ഞു പിള്ളേരൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിള്ളേരെയും കൂട്ടി പിന്നീട് നമ്മൾ വീട്ടിലോട്ട് പോവുക കേട്ടോ ചെയ്തത്. അപ്പോൾ പിന്നെ വീട്ടിൽ പോയിട്ട് ചേച്ചി നമുക്ക് നല്ല ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി തന്നു കേട്ടോ. അതും കഴിച്ചു കേട്ടോ. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ.